ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇന്ന് എന്താന്ന്. അതെ, ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ളതാണ്. ഒരു ചിക്കൻ 65. ഞാൻ ചിക്കൻ കഴുകി വാരി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് വെച്ച് ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പം ബോൺലെസ് ചിക്കൻ ആണിത്. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊതി വരുമ്പോൾ ചിക്കൻ 65 പോലത്തെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാറുണ്ട്. എന്നുമല്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ. അപ്പൊ അതിലേക്ക് ഞാൻ 2 ചെറിയ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാഗ്നേഷന് വേണ്ടി കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുണ്ട്, കോൺഫ്ലവർ ഉണ്ട്, കുറച്ച് ഉപ്പുണ്ട്. ഇത്രയാണ് മാഗ്നേഷന് വേണ്ടി ഞാൻ മെയിൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാക്സിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സമയം കുറവുള്ളവർക്ക് ഒരു അരമണിക്കൂറൊക്കെ വെക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാട്ടോ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് മാഗ്നേഷൻ ചെയ്ത് വെക്കുന്ന അനുസരിച്ചാണ് ടേസ്റ്റ് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചെടുക്കൂലോ. അങ്ങനെ. ഇപ്പൊ സമയക്കുറവുള്ളവർ പേടിക്കണ്ട, ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം എടുത്താൽ മതി. പിന്നെ ചിക്കൻ നമ്മളിത് ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് പല തവണയായിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തേച്ചാൽ മതി. അതാകുമ്പം നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഓവറായിട്ട് ഫ്ലെയിമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതാകുമ്പം നന്നായി വെന്ത് കിട്ടുമല്ലോ. നമ്മൾ തീ കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും, പക്ഷെ ഉള്ളൊന്നും വേവില്ല. അപ്പൊ ചിക്കൻ നന്നായി കുക്കാവണ്ടേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട്, അതായത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം. അപ്പൊ ഞാനിത് 2 തവണയായിട്ട് കേട്ടോ വറുത്തെടുത്തത്. എനിക്ക് കുറച്ച് ചിക്കൻ കൂടുതലുണ്ടായിരുന്നു. മിക്കപ്പോഴും ചിക്കൻ വാങ്ങുമ്പോൾ ഞാൻ ചിക്കൻ ബോൺലെസ് ആയിട്ട് ചിലപ്പോൾ എടുത്ത് മാറ്റി വെക്കാറുണ്ട്. അതായത് ഇതുപോലെ ഇങ്ങനെ കൊതിയൊക്കെ വരുമ്പം കട്ട്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ ചില്ലി ചിക്കനൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെക്കാറുണ്ട്. ഇത് അങ്ങനെ മാറ്റി വെച്ച ചിക്കൻ കുറച്ച് ബാലൻസ് ഇരുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ കുറെ ആയി നമ്മൾ 65 ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അപ്പൊ എപ്പോഴും ചിക്കൻ പെരട്ടും ചിക്കൻ കറിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നതും. ഇടയ്ക്ക് നമ്മൾ അപ്പത്തിന്റെ കൂടെ ചിക്കൻ സ്റ്റൂ ഒക്കെ വെച്ച് നോക്കാറുണ്ട് കേട്ടോ. ഞാൻ അത്ര വലിയ കുക്കൊന്നും അല്ല, എങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് കഴിക്കാൻ നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കൊതി തോന്നി. അപ്പൊ ഇന്നൊരു ചിക്കൻ 65 ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാം. നിങ്ങൾ എങ്ങനെയാ വെക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ, പലർക്കും പല റെസിപ്പിയും കാര്യങ്ങളും ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഈ ചെറിയൊരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കുള്ള സജഷൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പലരും പല ടേസ്റ്റിലല്ലേ വെക്കുക, പലർക്കും പല അഭിപ്രായം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാട്ടോ, കമന്റിൽ വന്ന് പറയാം. എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലൊക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ചിക്കൻ 65 ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടുകൊണ്ടേയിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തിരുന്നത്. അപ്പൊ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നേ. അതാകുമ്പോൾ നമുക്ക് വറുത്തെടുക്കാനും കഴിക്കാനൊക്കെ കുറച്ചുകൂടെ ഈസി ആണല്ലോ. അങ്ങനെ ഇപ്പൊ ഈ ചെറിയൊരു പീസ് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇപ്പോഴും. എന്റെ ചിക്കൻ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് വെയിറ്റിങ്ങിലാണേ. ഇന്നൊരു കുറച്ച് ഫുഡ് കഴിക്കാൻ ഒരു കൊതി വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്നായെങ്കിൽ എന്നൊരു ഇതാണ്. പക്ഷെ അങ്ങനെ പെട്ടെന്നാകുന്നത് ശരിയല്ലല്ലോ. ക്ഷമയാണല്ലോ എല്ലാത്തിനും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അപ്പം തോന്നുവാണ് അപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, സാധനങ്ങൾ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ ക്ഷമയോടും ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പറ്റുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കും. ഇടയ്ക്കൊക്കെ നമുക്കും ഇങ്ങനെയൊക്കെ ഇഷ്ടങ്ങളൊക്കെ സാധിക്കണ്ടേ. അങ്ങനെ അപ്പൊ എനിക്ക് വെറൈറ്റി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പല നാട്ടിലുള്ള ഫുഡൊക്കെ. അപ്പൊ എനിക്ക് കുറച്ച് പല സ്ഥലത്ത് ആൾക്കാരൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ആയിട്ട്. ഞാൻ അവരുടെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്. അപ്പൊ വിഷയത്തിൽ നിന്ന് പോകുന്നില്ല, നമ്മുടെ വിഷയം ചിക്കൻ 65 തന്നെയാണ്. എന്റെ ചിക്കൻ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഞാൻ വേറെ കഥ പറയാൻ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പല തവണയായിട്ടാണ് ഞാൻ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ചേറെ ചിക്കൻ ഉണ്ടായിരുന്നു എനിക്ക്, അതാണ്. അപ്പൊ ഞാനിങ്ങനെ ചിക്കൻ ഒരു വശം മുരിഞ്ഞു വന്നത് മറിച്ചിടാനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 വശവും നമുക്ക് മുരിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടണമല്ലോ. അതായത് ഉള്ളെല്ലാം വെന്ത് കിട്ടണം.
അപ്പം എൻ്റെ ചിക്കൻ ആണെങ്കിൽ ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗാർണിഷിനായിട്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ 2 പപ്പടം ഞാൻ നേരെ അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇതിട്ട് ഇതിൻ്റെ കൂടെ ഇടാനായിട്ട് ഒരു ഭംഗിക്ക്. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ആണെങ്കിൽ ഫ്രൈ ചെയ്തത് ഇപ്പം ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടു, പപ്പടം ഇട്ടു, സബോള ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ വെച്ചു കേട്ടോ. നമുക്ക് നല്ലൊരു ചിക്കൻ 65 കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, യമ്മിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറഞ്ഞല്ല, ഹസ്ബൻഡ് കഴിച്ചു, ഹസ്ബൻഡിന് ഇഷ്ടമായി. ഹസ്ബൻഡ് പറഞ്ഞു നല്ല മസാലയാണ്, നല്ല ഫ്ലേവറാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ.